സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. 3 ജില്ലകളിലെയും റെഡ് അലർട്ട് പിൻവലിച്ചു. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരും. മാനസ മനോജ് ചേരുകയാണ്. മാനസ, റെഡ് അലർട്ട് പിൻവലിക്കുന്ന സാഹചര്യം എങ്ങനെയാണ് പുതിയ മുന്നറിയിപ്പ്? അസിത, സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്ന 3 ജില്ലകളിലെ റെഡ് അലർട്ട് പിൻവലിച്ചിരിക്കുകയാണ്. പകരം 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള 6 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും തുടരും. ഈ സാഹചര്യത്തിൽ മഴയുടെ തീവ്രത കുറയുന്നു എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അലർട്ടിലൂടെ വ്യക്തമാകുന്നത്. അതേസമയം നാളെയും മറ്റന്നാളും 2 ജില്ലകൾ വീതം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി ആണ് നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകൾ. മറ്റന്നാൾ ഇടുക്കി, പാലക്കാട് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ തെക്ക് മധ്യ ജില്ലകളിലാണ് മഴ ലഭിച്ചിരുന്നതെങ്കിൽ വരും ദിവസങ്ങളിൽ വടക്കൻ മേഖലകളിലുള്ള ജില്ലകളിലും മഴ ലഭിക്കും എന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അതോടൊപ്പം തന്നെ ഈ മെയ് 25 വരെ മഴ തുടരും. പക്ഷേ മഴയുടെ തീവ്രത കുറഞ്ഞ രീതിയിലായിരിക്കും. ചില ജില്ലകളിൽ മാത്രമായിരിക്കും അതിതീവ്ര മഴ ലഭിക്കുക എന്നും വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട്. മലയോര മേഖലയിലും തീരദേശത്തും താഴ്ന്ന ഭാഗങ്ങളിലും താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണം. പെട്ടെന്നുണ്ടാകുന്ന മിന്നൽ പ്രളയം, ഉരുൾപൊട്ടൽ, അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിൽ പോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് മാറാൻ പറ്റാത്ത സാഹചര്യമാകുന്നത് കൊണ്ടാണ് മുൻകരുതലുകൾ സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ വിനോദസഞ്ചാര മേഖലകളിലേക്കും അതോടൊപ്പം തന്നെ തീരദേശത്തുള്ളവർ മത്സ്യബന്ധനം നടത്തരുത് എന്ന വിലക്കും തുടരുകയാണ്. ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ രാത്രി യാത്ര നടത്താൻ പാടില്ല എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് മെയ് 31 കേരളത്തിൽ കാലവർഷം സജീവമാകാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നിലവിൽ 2 ചക്രവാത ചുഴിയും അതോടൊപ്പം തന്നെ ന്യൂനമർദ്ദപാത്തിയും നിലനിൽക്കുകയാണ്. നാളെയോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയുണ്ട്. അത് അതിതീവ്രമാകുമ്പോൾ സംസ്ഥാനത്ത് കാലവർഷം എത്തുമെന്ന കണക്കുകൂട്ടലിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശരി, സംസ്ഥാനത്ത് റെഡ് അലർട്ട് പിൻവലിച്ചിരിക്കുകയാണ്. മാനസ മനോജാണ് വിവരങ്ങൾ നൽകിയത്.